കടുവയുടെ കയ്യിൽ നിന്നോ കഴുത്തിൽ നിന്നോ ഒന്നും ബ്ലഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ വായിച്ച ബുക്കുകളുടെ താളുകൾ ഇങ്ങനെ ബ്രെയിനിൽ കൂടെ പോവുകയാണ്. മൈസൂറും ഒക്കെ പോകുമ്പോൾ അവിടെ എല്ലാം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ മൃഗങ്ങളെ ദത്തെടുക്കും. ഇപ്പം താങ്കൾ സർവീസിനകത്ത് എന്തെങ്കിലും ഈ തിരുവനന്തപുരം മൃഗശാലയിൽ ഈ എന്തെങ്കിലും ഈ രോഗങ്ങൾ വളരെ രീതിയിൽ രൂക്ഷമായി അതിനെ പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രം, ഞാൻ 2011 അവിടെ ഡോക്ടറായിട്ട് പോസ്റ്റഡ് ആവുന്നത്. ആ സമയത്ത് നമ്മുടെ മാസ്റ്റർ പ്ലാനൊക്കെ സൂവിനൊക്കെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നമ്മൾ 10-20 കൊല്ലത്തേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയി സെൻട്രൽ സൂ അതോറിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യണം. അത് പിന്നെ സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ പുതിയ കൺസ്ട്രക്ഷൻസും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയി ഡൽഹിയിൽ പോയി പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു കീപ്പർ പറയുന്ന, അദ്ദേഹത്തിൻ്റെ പേര് പരമേശ്വരൻ എന്ന്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നല്ലൊരു കീപ്പറാണ്. അപ്പോൾ കീപ്പർ ഈ ആനിമലിൻ്റെ ഒബ്സർവേഷൻ ഭയങ്കര, ഈ ഇൻഫർമേഷൻ ഡോക്ടറിന് തരുമ്പോഴാണ് നമ്മളത് കൂട്ടി വായിച്ച് അസുഖമാണ് എന്താണെന്നൊക്കെ ഉള്ളൊരു ഇതിൽ അറൈവ് ചെയ്ത്. അപ്പം നമ്മുടെ രാഹുൽ എന്ന് പറഞ്ഞൊരു കടുവ, അപ്പോൾ ഈ കടുവയെ ഡെയിലി ഫീഡ് ചെയ്യുന്നത് ഈ കീപ്പറാണ്. അപ്പോൾ ഈ കീപ്പർ പരമേശ്വരൻ എൻ്റെ അടുത്ത് പറയുന്നു, സാറേ ഇന്ന് ഇത് ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ദിവസമേ ഉള്ളൂ. അത് വളരെ ഈവൻ കഴിക്കാതെ അങ്ങനെ ഇരിക്കത്തില്ല, അവൻ കൊടുക്കുന്ന എല്ലാം കഴിക്കാറുള്ളതാണ്, ഇന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഒരു സൺഡേ ആണ്, ഞായറാഴ്ചയാണ് അത് പറയുന്നത്. അപ്പം ഞാനത് നോക്കി. അപ്പോൾ ഇതുപോലെ ഈ നമ്മളെ ഡോഗ്സിനെയും ക്യാറ്റിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തെർമോമീറ്റർ ഒന്നും എടുത്ത് വെച്ച് കടുവയുടെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തെർമൽ ഇമേജിങ് ക്യാമറയെ നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനം വെച്ചിട്ടേ നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ആ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഒക്കെ നോർമലാണ്. ഈ കടുവയുടെ മൊത്തത്തിൽ അവനൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. കണ്ണൊക്കെ ഒരു ഗ്ലിസണിങ് ഒക്കെ ആണെങ്കിലും കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു പീള വന്നിരിപ്പുണ്ട്. സാധാരണ എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ലിക്ക് ചെയ്ത് നല്ല ക്ലിയർ ആക്കുന്നത്. അപ്പം പക്ഷേ എന്നാൽ വലിയൊരു സിവിയറായിട്ടുള്ളൊരു എയിലിംഗ് അസുഖം തോന്നിക്കണമല്ലോ. അപ്പം എന്തായാലും ഒരു ദിവസം കൂടെ നോക്കാമെന്ന് ഞാൻ സൺഡേ കഴിഞ്ഞ് മൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഈ ലാർജ് ഫെലറ്റ്, സിംഹം, കടുവ അങ്ങനെയുള്ള ആനിമൽസിന് അന്ന് ഫുഡ് കൊടുക്കത്തില്ല. മൺഡേ മൃഗശാല അവധിയാണല്ലോ. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൊന്ന് ശുചിയാവാനായിട്ട് ഫാസ്റ്റിംഗ് പോലെ. അപ്പം മൺഡേ വേറെ വന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫുഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവൻ ആഹാരം കഴിക്കുന്നതെന്ന് അറിയാനും പറ്റണില്ല. ട്യൂസ്ഡേ ഇതുപോലെ ആഹാരം കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും കഴിക്കണം. അപ്പോൾ അലാം ബെല്ലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ അവനെ സ്ക്യൂസിലോട്ടാക്കണം. അങ്ങനെ സ്ക്യൂസിലേക്ക് മാറ്റി. അപ്പോൾ ആ കാലത്ത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു. ആ മൈക്രോസ്കോപ്പിൽ മോണിറ്ററും നമുക്ക് അതിനകത്ത് ഇൻബിൽറ്റ് ബാറ്ററിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൈക്രോസ്കോപ്പുമായിട്ട് സ്ക്വീസ് കേജിൻ്റെ അടുത്ത് പോയി ഇവൻ്റെ വാലിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത്. നമുക്കറിയാം ഒരു കടുവയുടെ കയ്യിൽ നിന്നോ കഴുത്തിൽ നിന്നോ ഒന്നും ബ്ലഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം വാലിനെ പിടിച്ച് പതുക്കെ ആ സ്ക്വീസ് കേജിൻ്റെ കമ്പി അഴിയിൽ കൂടെ വെളിയിലെടുത്തിട്ട് അതിലെ വെയിനിൽ കൂടെ ബ്ലഡ് എടുത്ത് ഞാൻ ഈ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയ ആ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഇങ്ങനെ ട്രിപ്പനസോംസ് എന്ന് പറയും. അതായത് ഈ ട്രിപ്പനസോം എന്ന് പറഞ്ഞൊരു പരാതം, ട്രിപ്പനസോമ ഇവാൻസി എന്ന് പറഞ്ഞൊരു പരാതം ഈ കംപ്ലീറ്റ് ബ്ലഡിൽ ഇങ്ങനെ തത്തി കളിക്കുകയാണ് സാർ. അപ്പോൾ ട്രിപ്പനസോമിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഈ കടുവകളിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ വായിച്ച ബുക്കുകളുടെ താളുകൾ ഇങ്ങനെ ബ്രെയിനിൽ കൂടെ പോവുകയാണ്. നന്ദൻകാനൻ സൂവിൽ 15 ടൈഗർ ട്രിപ്പനസോമിയാസിസ് ചത്തുപോയി. തൃശ്ശൂർ സൂവിൽ പണ്ട് 8 എണ്ണം മരിച്ചുപോയി. അപ്പോൾ ഞാനാണെങ്കിൽ ചെന്ന് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഇങ്ങനൊരു ഡെത്ത് നടന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇതിലേക്ക് വരും. പലതും ട്രീറ്റ് ചെയ്താൽ അത് നന്ദൻകാനൻ സൂവിൽ ഈ 15 ടൈഗറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന വേളയിലാണ് ഇത് ചത്തുപോയത്. അപ്പോൾ ഈ ഭയവും ഇത് ബുക്കിഷായിട്ടുള്ള ഇതും ഈ കണ്ട കാഴ്ചയും മൈക്രോസ്കോപ്പിൽ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാന്തനെ പോലെ ഞാനിങ്ങനെ ഒരു
5 മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മൈക്രോസ്കോപ്പിൽ നോക്കിയിരിക്കുക. ഉടനെ തന്നെ അപ്പോൾ അതിൻ്റെ മരുന്ന് സാധാരണഗതിയിൽ ഇത് അത്ര കോമൺ ആയിട്ടുള്ള അസുഖം അല്ലാത്തതുകൊണ്ട് ഇവിടെ എങ്ങും ഇല്ല. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ തൃശ്ശൂർ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്നിരിപ്പുണ്ട്. അപ്പോൾ ഉടനെ തന്നെ തൃശ്ശൂർ സൂവിലെ മൃഗശാലയിലെ സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ് അവിടുന്ന് ഈ മരുന്ന് വാങ്ങിച്ച് അന്നേരം തന്നെ രാത്രിയിൽ ഈ മരുന്ന് എത്തിച്ചു. ആ മൺഡേ രാത്രി തന്നെ ഇവിടെ മരുന്ന് എത്തിച്ചു. ആ മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുക്കുമ്പോഴും ഒരുപാട് സൈഡ് എഫക്റ്റ് വന്നിട്ട് അപ്പം തന്നെ ചത്തുപോകാനും ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ട്രിപ്പനസോംസ് പോയിട്ട് ബ്രെയിൻ സ്റ്റെമ്മിൽ പോയിരുന്ന് അവിടെ നിന്ന് ഡെത്തായിട്ട് വരാം. അങ്ങനെയാണ് ഡെത്ത് വരുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത്. എനിവേ അതെല്ലാം കണ്ടറിഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഇവൻ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്തു. പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തെന്ന് മാത്രമല്ല, വേറെ കടുവയിലും മറ്റ് ആനിമൽസിലും ഇത് ഈ പനി വന്നപ്പോൾ തന്നെ ഇതാണെന്ന് കണ്ടുപിടിക്കാനും അവരെ എല്ലാം രക്ഷിക്കാനും പറ്റി. എന്നിട്ട് ഈ കടുവയെ നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ ആദ്യമായിട്ട് ഈ നമ്മൾ മൈസൂറും ഒക്കെ പോകുമ്പോൾ അവിടെ എല്ലാം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ മൃഗങ്ങളെ ദത്തെടുക്കും. ഇപ്പോൾ സിനിമാ നടന്മാർ രാഹുൽ ദ്രാവിഡ് അങ്ങനെയൊക്കെ ഓരോരുത്തരെ ദത്തെടുത്തിട്ട് അതിൻ്റെ എല്ലാ ചിലവും അവർ വഹിക്കും. അത് നമ്മുടെ മൃഗശാലയിൽ അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു കടുവയെ ദത്തെടുക്കാനായിട്ട് ലയൺസ് ക്ലബ്ബ് മുന്നോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രം ലയൺസ് ക്ലബ്ബ് ഒരു കടുവയെ ദത്തെടുക്കാമെന്ന് പറയുകയും അവർ കുറച്ച് ലക്ഷം രൂപ അതിനായിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുകയും അങ്ങനെ ആ സുദിനത്തിൽ ഈ രാഹുലിനെ തന്നെ ലയൺസ് ക്ലബ്ബ് ദത്തെടുക്കുന്നു. അന്ന് പിറ്റേ ദിവസത്തെ പത്രത്തിലേക്ക് തലക്കെട്ട് ഞാനിപ്പോൾ എപ്പോഴും ഓർക്കുന്നുണ്ട്, ലയൺസ് അഡോപ്റ്റിംഗ് ടൈഗർ. അന്ന് നമ്മുടെ സൂലം മിനിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഫങ്ഷനിൽ എന്നെ ട്രീറ്റ് ചെയ്ത് റെഡിയാക്കിയ ഡോക്ടറിനും കൂടെ സഹായിച്ച കീപ്പേഴ്സിനൊക്കെ ഒരു പൊന്നാട അന്ന് തരികയും ആദരിക്കുകയൊക്കെ ഉണ്ടായി. ഇത് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ജീവിതത്തിലെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.